Hi friends, welcome back to Simple Days Malayalam. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ. പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ കുറേ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്. അവർ കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. അതിനൊക്കെ മാക്സിമം പറ്റുന്ന കമൻസിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഒരു ബ്യൂട്ടി റെമഡി തന്നെയാണ്. അതും നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു പപ്പായ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താ പറയുക, പപ്പായ നമ്മൾ ചിലടത്ത് കപ്ലങ്ങ എന്ന് പറയും, കപ്പയ്ക്ക എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഇതിൻ്റെ പപ്പായയുടെ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ഇഫക്റ്റീവാണ് ആ ഒരു ക്രീം. നിങ്ങൾക്ക് രാത്രിയിലോ പകലോ ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ്. ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസറുമാണ്. പിന്നെ നമ്മളുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു ക്രീമാണ്. പക്ഷേ ഒരുപാട് പൈസ ഒന്നും വേണ്ട. പപ്പായ ക്രീമൊക്കെ പുറത്ത് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കോസ്റ്റ്ലിയാണ് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് കുറച്ച് രൂപയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ആ ക്രീം. ഭയങ്കര ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മുഖത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക, ഓയിലി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നാത്ത ടൈപ്പുള്ളൊരു ക്രീമാണ്. അതുപോലെ തന്നെ നല്ല മോയ്സ്ചറൈസറും ആണ്. നമുക്ക് സ്കിൻ ഒത്തിരി മൃദുലമൊക്കെ ആവാനായിട്ട്, അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലൊക്കെ ആവാനായിട്ട് പറ്റിയ ഒരു ക്രീമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ പപ്പായയുടെ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പപ്പായ ഓയിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. സോ പപ്പായയുടെ ഓയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പപ്പായ കുറച്ച് ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെക്കണം. പിന്നെ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കുക. ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏതായാലും മതി. അപ്പോൾ ഇത് ഡബിൾ ബോയിൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഡയറക്റ്റ് ചൂടാക്കുക അല്ല ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പപ്പായയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആ മുകളിൽ ഇതിങ്ങനെ തിളയ്ക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് പപ്പായയുടെ എസൻസും കാര്യങ്ങളും ഒക്കെ ഇറങ്ങും. അപ്പോൾ പപ്പായ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഒരു 1-2 സ്പൂൺ പപ്പായ ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇതാവും. അപ്പോൾ ഇതിലും കുറച്ചുകൂടെ ചെറുതായി അരിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ, പെട്ടെന്ന് ഇത് വരും. അപ്പോൾ ഈ ഒരു 20 മിനിറ്റെങ്കിലും ഇതുപോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ തീയിൽ ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു എസൻസ് ഒക്കെ ഇറങ്ങുള്ളൂ. ഒരു ചെറിയ കളർ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പപ്പായ നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഭയങ്കരമായിട്ട് നമ്മളുടെ സ്കിന്നിൽ കറുത്ത പാടുകളും അതുപോലെ തന്നെ ചെറിയ റിങ്കിൾസ്, ഇങ്ങനെ ചുളിവുകളൊക്കെ വരില്ലേ, അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നിന് ഒരു നാച്ചുറൽ ഗ്ലോ തരാനും ഒക്കെ പപ്പായ ഒരുപാട് നല്ലതാണ്. ഈ ഓയിൽ നിങ്ങൾക്ക് ബാക്കി വന്നത് ഉണ്ടെങ്കിൽ, ഇപ്പം എടുത്തു കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ല ഇഫക്റ്റീവാണ് സ്കിന്നിന് ഈ പപ്പായയുടെ ഓയിൽ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിളച്ചു, നമ്മൾ അരിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട്, ക്രീമിൻ്റെ ബേസായിട്ട് എടുക്കേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ല് ഒരു 3 സ്പൂണോളം എടുത്തിട്ട് നമ്മൾ ഈ ഓയിൽ ആഡ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 2 ചെറിയ സ്പൂൺ പപ്പായ ഓയിലാണ് ഒഴിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. മാറ്റി വെച്ച് എന്തിനെങ്കിലുമൊക്കെ മസാജ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം ബേസിന് ആക്കി എടുക്കുക. അപ്പോൾ ഈ അലോവേരയുടെ ജെല്ല് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിൽ ഇത് തമ്മിൽ ബാലൻസ് ആവും. അപ്പോൾ ഓയിലി സ്കിന്നാർക്കും ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. ഓയിലി സ്കിന്നാർക്കും ഏത് സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാം. അത്രയ്ക്ക് നല്ല ഒരു ക്രീമാണ്. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരുമാതിരി എണ്ണമയോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ നല്ല ഒരു ക്രീം ബേസിലാക്കുക. എന്തെങ്കിലും ഒരു ബോട്ടിലാക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിലും വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മുഖം ക്ലീൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കഴുത്തും മുഖവും ഒക്കെ ക്ലീൻ ആയിരിക്കണം. കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യട്ടോ. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ക്രീമാണ്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നോർമൽ ക്രീം പരട്ടുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ചില ക്രീമുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിലി ആയിരിക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഈ ക്രീമിനില്ല. വളരെ ഇതാണ്, നല്ലതുപോലെ സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരും. സ്കിൻ ഒരുപാട് സ്മൂത്താക്കും. പാടുകളൊക്കെ മാറ്റും. സ്കിൻ നമ്മുടെ സെല്ലിൽ ഉണ്ടാവേണ്ട ഇങ്ങനെ ഡാമേജൊക്കെ പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്ന തരം ഒരു ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്കുമ്പോഴോ അത് കഴിഞ്ഞോ ഉണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിക്കാം. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും
ബൈ.